നമസ്കാരം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM-ൽ വിവാദം തുടരുകയാണ്. തിരുത്തലുകൾ വേണം, തുറന്ന മനസ്സോടെ ജനം പറയുന്നത് കേൾക്കണമെന്നും മുതിർന്ന നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നു. തോൽവി വിലയിരുത്താൻ CPIM നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന് കേന്ദ്രം സമ്മതിച്ച വാർത്താദിനം കൂടിയാണ് കടന്നുപോകുന്നത്. 2 കേന്ദ്രങ്ങളിൽ ക്രമക്കേടുണ്ടായെന്നാണ് ഓൺലൈൻ മാധ്യമത്തോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേക്കിലധികം പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ വിവാദവും ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഇന്ന് സംഭവിച്ച ഇതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് മുതിർന്ന CPIM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ തോമസ് ഐസക് വിമർശിച്ചു. അതിനിടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക്കിന്റെ വിമർശനം. അതേസമയം CPIM-ൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണ് ഈ കാണുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പൊ ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന CPIM നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി തലങ്ങളിൽ അടക്കം തിരുത്തൽ വേണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. നേതൃയോഗങ്ങളിൽ ആരെങ്കിലും ഇത് ഉന്നയിക്കുമോ എന്നതാണ് ശ്രദ്ധാവിഷയം. K. രാധാകൃഷ്ണന് പകരം മറ്റൊരു മന്ത്രി വേണോ അതോ ചുമതല ആർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, വളരെ പ്രധാനപ്പെട്ട നേതൃയോഗമാണ് CPIM-ൻ്റേത് നടക്കുന്നത്. ഇതിൽ സംസ്ഥാന സെക്രട്ടറി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും, അതിൽ തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം ജയരാജൻ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? അനുജ, നിസ്സംശയം പറയാം. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ തോൽവി വിലയിരുത്തിയത് നല്ല വൃത്തിക്ക് തോറ്റു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ പാർട്ടി വിലയിരുത്തുന്നുണ്ട് താനും. കാരണം 2019 കനത്ത പരാജയത്തിനു പിന്നാലെ 2024 അത് ചെറിയ രീതിയിലെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു. ഈ വലിയ രീതിയിലുള്ള അവകാശവാദം അവർ ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരു 12 സീറ്റെങ്കിലും ജയിക്കുമെന്ന് അവകാശവാദം അവർ ഉന്നയിക്കുമ്പോഴും ഈ 2019 ഈ തോൽവിയിലേക്ക്, ദയനീയ തോൽവിയിലേക്ക് കൂപ്പുകുത്തില്ല എന്ന് CPM കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് ചോർച്ചയുണ്ടായി. നല്ല രീതിയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് വോട്ട് ഒഴുകുന്നതാണ് കണ്ടത്. ഇത് ഇഴകേറി പരിശോധിക്കാനാണ് CPM-ന്റെ തീരുമാനം. അപ്പോൾ തന്നെ ചില നേതാക്കൾ അവരുടെ അഭിപ്രായം ഈ പാർട്ടി ഫോറങ്ങളല്ലാതെ പുറത്ത് പറയുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് നടത്തിയ ആത്മവിമർശനം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകണമെന്നാണ് തോമസ് ഐസക്കിന്റെ വിമർശനമായി പുറത്തു വന്നിട്ടുള്ളത്. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ അത് നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക് വിമർശിക്കുന്നു. അത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പാർട്ടി ഫോറത്തിന് പുറത്താണ്
ആ വിമർശനം ഉന്നയിക്കുന്നത്. ഈ ഘടകങ്ങളിലൊന്നുമില്ല എങ്കിൽ പോലും ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ അവരും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും CPM-ന്റെ നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. 5 ദിവസവും നീണ്ടു നിൽക്കും. ഈ തോൽവി അതിന്റെ കാരണം എന്താണെന്ന് ഇഴകേറി പരിശോധിക്കുകയാണ് പാർട്ടി. ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിയും പൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായി ഇതിനുള്ളിൽ ഈ വിമർശനങ്ങൾ നേതാക്കൾ ഉന്നയിച്ചേക്കാം. പക്ഷേ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ അത് തിരിച്ചടിയായില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും പരിശോധിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഈ യോഗങ്ങളിൽ അതേതൊക്കെ നേതാക്കൾ അത്തരം വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കും, അത് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം ഉണ്ടോ എന്നുള്ളതടക്കമുള്ള ഏതൊക്കെ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും ഇന്നും നാളെയും ഈ സെക്രട്ടേറിയറ്റ് തുടരും. അടുത്ത 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അനുജ, അതെ, അത്തരത്തിലേക്കുള്ള നേതൃയോഗം പുരോഗമിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന സൂചനയാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ഇനി കൊല്ലത്ത് നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊല്ലം വെളിനെല്ലൂർ വട്ടപ്പാറ ഹിസ്ബുള്ളയുടെ ഫാമിലെ 5 പശുക്കൾ ചത്തു. പശുക്കൾക്ക് നൽകിയ തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയിരുന്നു. കർഷകന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഇതിൽ മരണകാരണം എന്ത് എന്നത് നമുക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണോ അറിയാൻ കഴിയുക? പൊറോട്ടയും ചക്കയും അമിതമായി നൽകുന്നു എന്നുള്ളതാണോ കാരണം? അതിൽ വയറ്റിലൊരു ഭാരം അനുഭവപ്പെടുന്നു എന്നതാണ്. ഇന്നലെ മുതലാണല്ലോ പശുക്കൾ ദേഹാസ്വാസ്ഥ്യം കാണിച്ചു തുടങ്ങിയത്. അനുജ, ഈ കഴിഞ്ഞ ദിവസം മുതലാണ് ഈ പശുക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പശുക്കളുടെ ഭക്ഷണക്രമത്തിനൊപ്പം പൊറാട്ടയും ചക്കയും എല്ലാം ഈ ഫാം ഉടമ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഹസ്ബുള്ളയുടെ ഫാമിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ പശുക്കൾ പൊടുന്നനെ ചാവുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ 5 പശുക്കൾ ഈ ഫാമിൽ ചത്തിട്ടുണ്ട്. നിലവിലെ പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് ചക്കയും പൊറാട്ടയും ഉൾപ്പെടെ പശുക്കളുടെ ആരോഗ്യത്തിന് ഭക്ഷണക്രമത്തിന് പറ്റാത്ത ഭക്ഷണങ്ങൾ നൽകിയതാണ് മരണകാരണമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉൾപ്പെടെ കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. ഈ കർഷകർക്ക് ഈ പശുക്കൾക്ക് തീറ്റ നൽകുന്നതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകും, ക്ലാസുകൾ നൽകുമെന്നാണ് ഈ ഫാം സന്ദർശിച്ച മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ കർഷകന് കൃത്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പശുക്കൾക്കും മറ്റും ഭക്ഷണം നൽകുമ്പോൾ അതിൽ കൃത്യമായ ക്രമം പാലിക്കണം. നമ്മൾ കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ സംഭവം എന്തായാലും ഇതാവുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടക്കുന്നതിലൂടെ മാത്രമേ ഈ മരണകാരണം കൃത്യമായി എന്താണെന്ന് അറിയാൻ സാധിക്കുകയും മറ്റു പശുക്കൾക്കും സമാനമായുള്ള ഭക്ഷണക്രമം ഉൾപ്പെടുത്തിയിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്തായാലും നിലവിൽ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി കർഷകന് നഷ്ടപരിഹാരം നൽകുമെന്നാണ് വകുപ്പ് നിലപാട്. കൊല്ലം വെളിനെല്ലൂരിലാണ് ഹസ്ബുള്ള എന്ന കർഷകന്റെ 5 പശുക്കൾ ചത്തത്. ഇന്നലെ മുതൽ ദേഹാസ്വാസ്ഥ്യം കാണിച്ചിരുന്നു ഈ പശുക്കൾ. പൊറോട്ടയും ഒപ്പം ചക്കയും അമിതമായി കഴിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി മരണത്തിന് കാരണമായി വരുന്ന വിലയിരുത്തൽ. മന്ത്രി ജെ ചിഞ്ചുറാണി അദ്ദേഹത്തിന്റെ ഫാം സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ജമ്മു കശ്മീരിൽ ഭീകരവാദ വിരുദ്ധ നടപടികൾ ശക്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകി. കശ്മീരിൽ നടത്തിയ ഏരിയ ഡോമിനേഷൻ പ്ലാൻ, സീറോ ടെറർ പ്ലാൻ എന്നിവ ജമ്മുവിലും നടപ്പാക്കാൻ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ജമ്മു കശ്മീരിൽ തീവ്രവാദത്തിനെതിരായ പോരാട്ടം നിർണായക ഘട്ടത്തിലാണെന്നും അമിത് ഷാ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ഡോഡ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തുടർച്ചയായി ഭീകരാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്നത്തെ യോഗ തീരുമാനം എന്താണ്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മു കശ്മീരിലെ റിയാസി, കത്വ, ടോഡ എന്നിവിടങ്ങളിൽ തുടർച്ചയായ 3 ദിവസങ്ങളിൽ 4 ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചത്. ജമ്മു കശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഈ യോഗം വിലയിരുത്തുകയും കശ്മീരിൽ നടപ്പാക്കിയതുപോലെ തന്നെ ജമ്മുവിലും ഭീകരവാദത്തെ തുടച്ചു നീക്കണം എന്ന നിർദ്ദേശം ആഭ്യന്തരമന്ത്രി ഏജൻസികൾക്ക് നൽകുകയും ചെയ്തു. ഏജൻസികൾ ഏകോപനത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നും ജമ്മു കശ്മീരിലെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അത് ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ആഭ്യന്തരമന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചു. സംഘടിത ഭീകരാക്രമണങ്ങളിൽ നിന്നും കേവലം നിഴൽ യുദ്ധങ്ങളായി ജമ്മു കശ്മീരിലെ ഭീകരവാദം മാറിയിട്ടുണ്ട് എന്നും കശ്മീരിലെ നിലവിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ജമ്മു കശ്മീരിലെ ഭീകരവാദം കുറഞ്ഞതിന്റെ ഒരു പ്രതിഫലനമാണ് എന്നുമാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. തുടർന്നും ഈ നടപടികൾ ശക്തമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.
വരുന്നത്. ഒപ്പം തന്നെ ഈ മാസം 29-ന് ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും ഈ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കൂടാതെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ, നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, വിവിധ ഏജൻസികളുടെ ഡയറക്ടർ ജനറൽമാർ എന്നിവർ പങ്കെടുത്തിരുന്നു. കശ്മീരിൽ ഭീകരവാദ വിരുദ്ധ നടപടികൾ കർശനമാക്കാനാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായത്. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് മുൻ MLA-യും CPIM നേതാവുമായ KK ലതിക. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തു. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഈ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത KK ലതികയെയും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധം ശക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് KK ലതിക കാഫിർ സ്ക്രീൻഷോട്ടും അനുബന്ധ കുറിപ്പും പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ഇതോടെ വിവാദത്തിൽ KK ലതികയുടെ പങ്ക് വ്യക്തമായതായി കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. KK ലതിക സ്ക്രീൻഷോട്ട് നിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് KK ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. വിഷയത്തിൽ കേസെടുത്ത പോലീസ് KK ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. ഇന്ന് 24 പുറത്തുവിട്ട കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിൽ സൈനികൻ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. മലയാളി യുവാക്കളെ ആക്രമിച്ചുവെന്ന കേസിൽ മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെ 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളിൽ ഒരാൾ കസ്റ്റഡിയിലായി. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, പുറത്തുവിട്ട വാർത്തയാണിത്. ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സൈനികൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ റോബറി സംഘത്തിലുള്ളത് എന്നത്. ഇയാൾ മുൻ സൈനികനാണോ, ഇപ്പോഴും സൈനികനായി സേവനത്തിൽ തുടരുന്നയാളാണോ, ഒരു പ്രതിയാണോ നിലവിൽ കസ്റ്റഡിയിലുള്ളത്? അനുജ, ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അനുജ പറഞ്ഞ പോലെ തന്നെ ഒരു സൈനികൻ അറസ്റ്റിലായി എന്നുള്ളതായിരുന്നു. ഇയാൾ മദ്രാസ് റെജിമെന്റിൽ നിലവിൽ സൈനികനാണ്. ജൂൺ 4-നാണ് ഇയാൾ ലീവിന് നാട്ടിലെത്തിയത്. തുടർന്ന് ലീവ് കഴിഞ്ഞ ശേഷവും ഇയാൾ തിരികെ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ലായിരുന്നു. അതിനിടയിലാണ് ഹൈവേ റോബറി സംഘത്തിന്റെ ഭാഗമായി കുഴൽപ്പണം കടത്തുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത്. ഈ യുവാക്കൾ വന്ന അസ്ലം എന്ന് പറയുന്ന കുന്നത്തനാട് സ്വദേശിയായ യുവാവും അവരുടെ സുഹൃത്തുക്കളും എറണാകുളത്തുള്ള ഓഫീസിലേക്ക് കമ്പ്യൂട്ടറുകളും വാങ്ങി വരികയായിരുന്നു. ഈ സംഘം കുഴൽപ്പണം കടത്തുന്ന സംഘമാണ് എന്ന് കരുതിയാണ് ഇവർ 3 വാഹനങ്ങളിലെത്തുകയും സിനിമാ സ്റ്റൈലിൽ ഈ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി വണ്ടികൾ അടിച്ചു പൊളിച്ചുകൊണ്ട് മോഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്തത്. പേടിച്ചുപോയ യുവാക്കൾ വാഹനം വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഇവരെ തടയാൻ വന്ന വാഹനങ്ങൾ ഇടിച്ചിട്ടുകൊണ്ടാണ് പോലീസിൽ അഭയം പ്രാപിച്ചത്. തുടർന്ന് ആ വാഹനം ഇപ്പോഴും പോലീസിലാണ്. CCTV ദൃശ്യങ്ങൾ ഈ വാഹനത്തിന്റെ ഡാഷ്ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന CCTVയിലാണ് പ്രതികളുടെ ദൃശ്യങ്ങൾ സഹിതം പതിഞ്ഞത്. ഇതോടെയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നിലവിൽ 3 പ്രതികളാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേരെ കൂടി പോലീസിനെ പിടികൂടാനുണ്ട്. പാലക്കാട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് പ്രതികൾ വന്നതെന്ന് അസ്ലം ഉൾപ്പെടെയുള്ള സംഘം മധുക്കര പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ആ വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചിറ്റൂർ സ്വദേശികളായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഒളിവിലുള്ള പ്രതികളെ പിടികൂടാൻ വേണ്ടി ചിറ്റൂർ പോലീസിന്റെ സഹായവും തമിഴ്നാട് പോലീസ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്ക് മുൻപും ഇതേ സേലം കോയമ്പത്തൂർ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളെ പുലർച്ചെയും അർദ്ധരാത്രി സമയങ്ങളിലും മുട്ട ഉൾപ്പെടെ എറിഞ്ഞ് നിയന്ത്രണം തെറ്റിച്ച ശേഷം വാഹനങ്ങളിൽ പണം മോഷ്ടിക്കുന്ന സംഘമാണ് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതികളുടെ അറസ്റ്റിന് ശേഷം പോലീസ് ഇവരെ റിമാൻഡിൽ വാങ്ങിക്കുന്ന ഒരു നടപടി അടുത്ത ദിവസം ഉണ്ടാകും. നമ്മൾ ഇന്ന് രാവിലെ ഈ വാർത്ത പുറത്തു വിട്ടതിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി, ഈ കേസിൽ പരാതിയുമായി കുന്നത്തനാട് പോലീസിലും ഈ പരാതിക്കാർ എത്തിയിരുന്നു. അവരോട് ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് ചോദിച്ച ഒരു പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കെതിരായിട്ട്
അന്വേഷണം ആലുവ റൂറൽ SP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് തമിഴ്നാട് പോലീസും നൽകുന്നത്. അനുജ, കോയമ്പത്തൂർ മധുക്കരയിലാണ് ഹൈവേ റോബറി സംഘത്തിൽ ഉണ്ടായിരുന്നത് ഒരു സൈനികൻ ഉൾപ്പെടെയുള്ളവരാണ് മലയാളികളാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. ഈ ഹൈവേ റോബറി സംഘത്തെക്കുറിച്ചും അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്ത പുറത്തുവിട്ടത് 24 ആണ്. മെഡിക്കൽ UG പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. उसमें कोई भी बड़े अधिकारी हो, NTA की कितने भी बड़े दायित्वधारी हो, अगर वो उनमें गुनहगार पाए जाएंगे उनको भी छोड़ा नहीं जाएगा. और NTA में बहुत सुधार की आवश्यकता है. कुछ विषय NTA एक स्वायत्त संस्था था, लेकिन NTA की बारे में सुधारने की बहुत आवश्यकता है. सरकार उसके ऊपर भी चिंता कर रही है. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ക്രമക്കേടില്ലെന്നും ആവർത്തിക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കനത്ത തിരിച്ചടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഗ്രേസ് മാർക്ക് നൽകിയ 1563 ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എക്കാലത്തും നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശനം കടുപ്പിച്ചു. വ്യാപക ക്രമക്കേടും അഴിമതിയും ഇത്തവണ പരീക്ഷയിൽ നടന്നു. പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്നും നിർത്തലാക്കണമെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. 24 ഡൽഹി. പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന്റെ പേര് വെട്ടി NCERT. 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് NCERTയുടെ ന്യായീകരണം. പാഠപുസ്തകങ്ങളിൽ ചരിത്രം മാറ്റിയിടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ വെട്ടിമാറ്റൽ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നതിനു പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. ബാബറി മസ്ജിദ് എന്ന പേരും പള്ളി തകർത്തുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള BJP രഥയാത്ര, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപം, BJPയുടെ ഖേദപ്രകടനം, 1994 സുപ്രീംകോടതി വിധിയിലെ വിദഗ്ധാഭിപ്രായങ്ങൾ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരായ സുപ്രീംകോടതി നടപടി തുടങ്ങിയവ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ ബാബറി മസ്ജിദ് പരാമർശിക്കുന്ന 3 ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തിരുന്നു. 2014 ശേഷം ഇത് 4ാം തവണയാണ് NCERT പാഠപുസ്തകം തിരുത്തുന്നത്. നടപടി വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി NCERT രംഗത്ത് വന്നു. പാഠ്യപദ്ധതി കാവ്യവൽക്കരിക്കാൻ ശ്രമമെന്ന ആരോപണം നിഷേധിച്ചു. വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞു. 24 ഡൽഹി. അതിനിടെ വിഷയത്തിൽ വിശദീകരണവുമായി NCERT രംഗത്തെത്തി. കലാപത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്. പാഠ്യപദ്ധതിയെ കാവ്യവത്കരിക്കാൻ നീക്കമില്ലെന്നും NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞു. നിതിൻ അംബുജൻ വിവരണമായി. നിതിൻ, ഇതിനു മുൻപ് പല കുറി നമ്മൾ കണ്ടതാണ് ചരിത്രത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള പാഠപുസ്തക പരിഷ്കാരം. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് NCERTയുടെ വിശദീകരണം? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ ചരിത്രത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടി NCERTയുടെ ഭാഗത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലായാണ് ഈ ബാബറി മസ്ജിദിന്റെ പേര് അത് പൂർണ്ണമായി നീക്കം ചെയ്ത് 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്ന് ഇപ്പോൾ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടാണ് NCERT ഡയറക്ടർ രംഗത്ത് വന്നിരിക്കുന്നത്. വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അപ്രസക്തമായാൽ അത് മാറ്റേണ്ടി വരും എന്നാണ് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതേസമയം തന്നെ കലാപത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആഗോളതലത്തിലടക്കം പുസ്തകങ്ങൾ പരിഷ്കരിക്കാറുണ്ട്, അത്തരം ചില പരിഷ്കരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതാണ് NCERT പാഠപുസ്തക പരിഷ്കരണത്തിൽ ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ഡയറക്ടർ നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. അല്പസമയം മുൻപ് സംഭവിച്ച ഒരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. 40 വയസ്സുള്ള ബിജു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. എന്താണ് കൊലപാതകത്തിനുള്ള കാരണം എന്നൊക്കെയുള്ളത് പുറത്തു വന്നിട്ടില്ല. കുമാർ എന്നയാളാണ് കൊലപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇരുവരും സുഹൃത്തുക്കളാണ് എന്നതാണ്. അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സ്, കുമാറിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എന്താണ് കാരണം എന്നൊക്കെയുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലേ? അനുജ, പ്രതിയെ പിടികൂടിയിട്ടില്ല. 6 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ബാലരാമപുരത്താണ്
തിരുവനന്തപുരം ആലുവിളയിലാണ് ഈ സംഭവം. ഈ രണ്ടുപേരും, അതായത് ബിജുവും, കൊല്ലപ്പെട്ട ബിജുവും ഈ കൊലപ്പെടുത്തിയ കല്ലമ്പലം സ്വദേശി കുമാർ എന്ന വ്യക്തിയും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോലീസും അത് പറയുന്നുണ്ട്. പക്ഷേ ഈ കാരണം എന്താണെന്ന് വ്യക്തമല്ല. 6 മണിയോടെ ഈ ആലുവിള കരിമ്പിലാവിള ആ വീട്ടിലേക്ക് എത്തി ഈ കുമാർ എന്നയാൾ ബിജുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതിനു ശേഷം വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 40 വയസ്സാണ് ബിജുവിന്. ഈ കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമല്ല. കാരണം പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസിന്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി ബാലരാമപുരം പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി, സുഹൃത്താണ് കുത്തിക്കൊലപ്പെടുത്തി, വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ആലുവിള സ്വദേശി ബിജു എന്നയാളാണ് മരിച്ചത്. കൊലപാതകം നടത്തിയത് കുമാർ എന്നയാളാണ്, സുഹൃത്താണ്. എന്താണ് കാരണം എന്നൊക്കെയുള്ളത് ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.